ഹായ്, വെൽക്കം ടു SG's സിംപ്ലിഫൈഡ് അക്കൗണ്ട്സ്. ഈ സെഷനിൽ നമ്മൾ റീവാല്യൂഷൻ അക്കൗണ്ട്, പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് ഉൾപ്പെടുന്ന ഒരു പ്രോബ്ലം, റീവാല്യൂഷൻ അക്കൗണ്ടിൻ്റെ ഫസ്റ്റ് പ്രോബ്ലം ചെയ്യാൻ പോവാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഇത് ഒരു പ്രോബ്ലം. ശ്വേത ആൻഡ് ശീതൾ ആർ പാർട്ട്നേഴ്സ് ഷെയറിംഗ് പ്രോഫിറ്റ്സ് ആൻഡ് ലോസസ് ഈക്വലി. ശില്പ ഈസ് അഡ്മിറ്റ്. ശില്പ അഡ്മിറ്റ് ചെയ്യുന്നു. നേരത്തെ പഴയ പാർട്ട്നേഴ്സ് ഈക്വലിയാണ് ഷെയർ ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, ദെൻ ബാലൻസ് ഷീറ്റിൽ ബിൽസ് പേബിൾ ഉണ്ട്, ക്രെഡിറ്റേഴ്സ് ഉണ്ട്, ക്യാപിറ്റൽസ് ഉണ്ട്. അസറ്റ് സൈഡിൽ ക്യാഷ് ഇൻ ഹാൻഡ്, ഡെറ്റേഴ്സ്, സ്റ്റോക്ക്, ഫർണിച്ചർ, പ്ലാന്റ് ആൻഡ് മെഷീനറി. ഓക്കെ, അഡ്ജസ്റ്റ്മെൻറ്റിലേക്ക് കടക്കുമ്പോൾ അഡ്ജസ്റ്റ്മെൻറ്റ് ശില്പ ക്യാപിറ്റലായിട്ട് കൊണ്ടുവരുന്ന 40,000 ഉണ്ട്. പ്ലാന്റ് ആൻഡ് മെഷീനറി ഇൻക്രീസ്ഡ് ബൈ 5,000. റീവാല്യൂഷൻ അക്കൗണ്ട് പറഞ്ഞപ്പോൾ നമ്മൾ ആ സെഷനിൽ പഠിച്ചായിരുന്നു. എന്തെങ്കിലും ഇൻക്രീസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഡിക്രീസ് ചെയ്യുമ്പോൾ ആ ചേഞ്ചസ് എല്ലാം നമ്മൾ റീവാല്യൂഷൻ അക്കൗണ്ടിൽ എടുക്കും. അപ്പോൾ ഇവിടെ പ്ലാന്റ് ആൻഡ് മെഷീനറി ഇൻക്രീസ്ഡ് ബൈ 5,000. ഫർണിച്ചർ അപ്രീഷിയേറ്റഡ് ബൈ 20%. അപ്രീഷിയേറ്റഡ് മീൻസ് ഇൻക്രീസ് തന്നെയാണ്. റെഡ്യൂസ്ഡ് ബൈ സ്റ്റോക്ക് റെഡ്യൂസ്ഡ് ബൈ 3,000. പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ് 5% ഓൺ ഡെറ്റേഴ്സ്. ക്രെഡിറ്റേഴ്സ് റെഡ്യൂസ്ഡ് ബൈ 1,000. ഇതാണ് ക്വസ്റ്റ്യൻ. ഇനി നമ്മൾ എങ്ങനെ ചെയ്യുമെന്ന് നോക്കാം. റീവാല്യൂഷൻ അക്കൗണ്ടും പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടും ബാലൻസ് ഷീറ്റുമാണ്. പുതിയ പാർട്ട്ണർ കൂടെ വന്നതിന് ശേഷമുള്ള ബാലൻസ് ഷീറ്റും കൂടിയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. നോക്കാം. റീവാല്യൂഷൻ അക്കൗണ്ടാണ്. റീവാല്യൂഷൻ അക്കൗണ്ടിൽ ചേഞ്ചസ് ആണ് നമ്മൾ ചെയ്യേണ്ടത്. റൈറ്റ് സൈഡ് നമ്മൾ കാണുന്നുണ്ട്, അഡ്ജസ്റ്റ്മെൻറ്റ്സ് ചെയ്തിട്ടുണ്ട്. പ്ലാന്റ് ആൻഡ് മെഷീനറി ഇൻക്രീസ്ഡ് ബൈ 5,000. പ്ലാന്റ് ആൻഡ് മെഷീനറി 5,000 ഇൻക്രീസ് ചെയ്തു. അപ്പോൾ ഇൻക്രീസ്ഡ് ബൈ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ എമൗണ്ട് എടുത്താൽ മതി. ഓക്കെ, അപ്പോൾ പ്ലാന്റ് ആൻഡ് മെഷീനറി ഇൻക്രീസ്, അസറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ലാഭമാണ്. റിവാല്യൂഷൻ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ കാണിച്ചു. ഫർണിച്ചർ അപ്രീഷിയേറ്റഡ് ബൈ 20%. നേരത്തെ വില 5,000 ആയിരുന്നു. ഓക്കെ, ഫർണിച്ചറിൻ്റെ വാല്യൂ കൂടി. അത് 5,000ൻ്റെ 20%. നേരത്തെ വാല്യൂ ആണ് അവിടെ തന്നിരിക്കുന്നത്. 5,000ൻ്റെ 20% കണ്ടുപിടിക്കുമ്പോൾ ഫർണിച്ചർ 1,000. ക്രെഡിറ്റ് സെയിൽ അസറ്റ് ഇൻക്രീസ് ചെയ്തു. റിവാല്യൂഷൻ്റെ ക്രെഡിറ്റ് സെയിൽ എഴുതി. ദെൻ സ്റ്റോക്ക് റെഡ്യൂസ്ഡ് ബൈ 3,000. അവിടെയും ബൈ ആണ്, അപ്പോൾ ആ എമൗണ്ട് എടുത്താൽ മതി. സ്റ്റോക്ക് റെഡ്യൂസ്ഡ് ബൈ 3,000. സ്റ്റോക്ക് അസറ്റാണ്, വില കുറയുമ്പോൾ റിവാല്യൂഷൻ അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ എടുത്തു. പ്രൊവിഷൻ ഓർ ഡെറ്റേഴ്സ് 5%. ഡെറ്റേഴ്സിൻ്റെ 5% കാണണം. ഡെറ്റേഴ്സ് ഇവിടെ ഉണ്ട്, 20,000 ആണ് ആക്ച്വൽ വാല്യൂ. അതിൻ്റെ 5% കാണണം. സോ 1,000. പ്രൊവിഷൻ ഫോർ ഡെറ്റേഴ്സ് മീൻസ് ഡെറ്റേഴ്സ് അസറ്റാണ്, വാല്യൂ കുറയുന്നതായി പരിഗണിച്ചാൽ മതി, ഡെബിറ്റ് സൈഡ് വരും. ഓക്കെ, ക്രെഡിറ്റേഴ്സ് റെഡ്യൂസ്ഡ് ബൈ 1,000. ക്രെഡിറ്റേഴ്സ് റെഡ്യൂസ് ചെയ്തപ്പോൾ വാല്യൂ 1,000 ആണ് റെഡ്യൂസ് ചെയ്തത്. അപ്പോൾ നമുക്ക് ലാഭമാണ്, അതും ക്രെഡിറ്റ് സൈഡിലെടുത്തു. ഇത്രയും നമ്മൾ അക്കൗണ്ടിൽ റിവാല്യൂഷൻ അക്കൗണ്ടിൽ എടുത്തതിന് ശേഷം അക്കൗണ്ട് ബാലൻസ് ചെയ്യുമ്പോൾ ഇവിടെ ബാലൻസ് 3,000 കിട്ടും. ഓക്കെ, ആ 3,000 ആണ് ബാലൻസ് വരുന്നത്. നമ്മൾ അത് ഓൾഡ് പാർട്ട്നേഴ്സിന് അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യണം. ഓൾഡ് പാർട്ട്നേഴ്സിൻ്റെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ 1:1 ആണെന്ന് പറഞ്ഞു, ഈക്വലി. അപ്പോൾ രണ്ടുപേർക്കും 1,500 ഈച്ച് ഡിവൈഡ് ചെയ്തു. ഓക്കെ, റിവാല്യൂഷൻ അക്കൗണ്ട് മനസ്സിലായാലോ? ഇത്രേ ചെയ്തോളൂ. നമ്മൾ ലാഭമായിട്ടുള്ളതെല്ലാം റിവാല്യൂഷൻ്റെ ക്രെഡിറ്റ് സൈഡിലെടുത്തു, നഷ്ടമായിട്ടുള്ളതെല്ലാം റിവാല്യൂഷൻ്റെ ഡെബിറ്റ് സൈഡിലെടുത്തു, എന്നിട്ട് ബാലൻസ് ചെയ്തു. അപ്പോൾ ഡെബിറ്റ് സൈഡിലാണ് ബാലൻസ് വന്നത്. സോ അത് റിവാല്യൂഷൻ അക്കൗണ്ട് ലാഭമാണ്. അത് അവരുടെ പഴയ റേഷ്യോയിൽ പഴയ പാർട്ട്നേഴ്സിന് ഡിവൈഡ് ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ഇനി പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടാണ് ആദ്യം കിടക്കുന്നത്. പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മൾ ബാലൻസ് ഷീറ്റിൽ ആദ്യം കാണുന്ന ബാലൻസ് ഷീറ്റിൽ പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽസ് ലയബിലിറ്റീസ് തന്നിട്ടുണ്ടാവുമല്ലോ, അതെല്ലാം എടുക്കുന്നു. ബാലൻസ് ബ്രോട്ട് ഡൗൺ ശ്വേതയുടെ ശീതളിൻ്റെയും അവർ രണ്ടുമാണ് പഴയ പാർട്ട്നേഴ്സ്. ദെൻ റീവാല്യൂഷൻ പ്രോഫിറ്റ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ എന്തൊക്കെയാണോ വരേണ്ടത് അതെല്ലാമേ എടുക്കുകയുള്ളൂ. റീവാല്യൂഷൻ അക്കൗണ്ടിൽ നമ്മൾ എഴുതി ക്യാപിറ്റൽ അക്കൗണ്ട്സ് പറഞ്ഞാണ് 1,500 ഈച്ച് ഷെയർ ചെയ്തത്. ആ 1,500 രണ്ടുപേരുടെയും പഴയ പാർട്ട്നേഴ്സിന് മാത്രം അവകാശപ്പെട്ടതാണ്, പഴയ പാർട്ട്നേഴ്സിന് കൊടുത്തു. ഇനി എന്താണ് വരേണ്ടത്? ദാറ്റ് ഈസ് പുതിയ ആളുടെ ക്യാപിറ്റൽ. പുതിയ ആൾ 40,000 കൊണ്ടുവരുന്നു പറഞ്ഞു. അത് നമ്മൾ ബാലൻസ് ബ്രോട്ട് ഡൗൺ എഴുതാൻ പാടില്ല. പുതിയ ആൾ കൊണ്ടുവന്നതാണ്, ക്യാഷ് തന്നെ എഴുതാം 40,000. ഇനി നമ്മൾ എന്ത് ചെയ്യും? ഈ അക്കൗണ്ട് ബാലൻസ് ചെയ്യും. വേറെ ഒന്നും തന്നെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ വരുന്നില്ല. സോ ഈ അക്കൗണ്ട് ബാലൻസ് ചെയ്തപ്പോൾ ശ്വേതയ്ക്ക് 31,500, ശീതളിന് 21,500, ശില്പയ്ക്ക് 40,000. 3 പാർട്ട്നേഴ്സിൻ്റെ ബാലൻസ് ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് ബാലൻസ് ഷീറ്റിലേക്ക് പോവാണ്. ബാലൻസ് ഷീറ്റിലേക്ക് പോകുമ്പോൾ നമുക്ക് ലയബിലിറ്റി സൈഡ് ആദ്യം നോക്കാം. ലയബിലിറ്റി സൈഡിൽ നമ്മൾ ആക്ച്വലി ഉണ്ടായിരുന്ന ബിൽസ് പേയബിളിന് വ്യത്യാസമൊന്നുമില്ല. ബാലൻസ് ഷീറ്റ് നോക്കുമ്പോൾ നമ്മൾ എന്തെല്ലാം ഇൻക്രീസ് ചെയ്തു എന്ന് പറഞ്ഞാൽ അതെല്ലാം ആഡ് ചെയ്യണം, എന്തെല്ലാം ഡിക്രീസ് ചെയ്തു എന്ന് പറഞ്ഞാൽ അതെല്ലാം ലെസ് ചെയ്യണം. അത്രയേ ഉള്ളൂ.
ചേഞ്ച് ഇല്ലാത്തത് അതുപോലെ എഴുതണം. ആ ബാലൻസ് ഷീറ്റിലെ ഐറ്റംസ് എല്ലാം ബിൽസ് പേയബിളിന് ചേഞ്ച് ഇല്ല. ക്രെഡിറ്റേഴ്സ് നോട്ട് പേയബിൾ ഇൻ 1000 പേ ചെയ്യേണ്ട ക്രെഡിറ്റേഴ്സ് റെഡ്യൂസ് ചെയ്തു പറഞ്ഞില്ലേ, അത് കുറച്ച് ബാക്കി എമൗണ്ട് കാണിച്ചു. ഇനി ഈ അക്കൗണ്ടിൻ്റെ ബാലൻസുകളെല്ലാം തന്നെ ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറഞ്ഞ് ഇവിടെ കാണിക്കും. എന്നിട്ട് ആഡ് ചെയ്ത് 93,000 കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അത്രയൊക്കെയാണല്ലോ. ഇനി അസറ്റ് സൈഡിൽ കാണേണ്ടത് ക്യാഷ് ഇൻ ഹാൻഡ്. നോക്കൂ, ക്യാഷ് ഇൻ ഹാൻഡ് എമൗണ്ട് കണ്ടോ? പഴയ ബാലൻസ് ഷീറ്റിൽ അഡ്മിഷന് മുമ്പുള്ള ബാലൻസ് ഷീറ്റിൽ 3,000 ക്യാഷ് ഇൻ ഹാൻഡ് എന്നൊരു എമൗണ്ട് ഉണ്ടായിരുന്നു. പ്ലസ് ഇത്തവണ പുതിയ പാർട്ട്ണർ കൊണ്ടുവന്ന ക്യാപിറ്റലും കൂടെ ആഡ് ചെയ്ത് 40,000 കൂടെ ആഡ് ചെയ്താണ് 43,000. പിന്നെയുള്ള ഐറ്റംസ് എല്ലാം ഡെറ്റേഴ്സ്, പ്രൊവിഷൻ നമ്മൾ കണ്ടുപിടിച്ചല്ലോ, ആ പ്രൊവിഷൻ ലെസ് ചെയ്ത് എഴുതി. സ്റ്റോക്ക് റെഡ്യൂസ് ചെയ്തു, ആ എമൗണ്ട് റെഡ്യൂസ് ചെയ്ത് എഴുതി. ഓക്കെ, ആ എമൗണ്ട് റെഡ്യൂസ് ചെയ്ത് എഴുതുന്നു. സ്റ്റോക്ക് കുറഞ്ഞു, അത് റെഡ്യൂസ് ചെയ്ത്. ഡെറ്റേഴ്സിന് പ്രൊവിഷൻ കുറച്ചു, സ്റ്റോക്ക് കുറഞ്ഞു, അത് എഴുതി. ഫർണിച്ചർ ഇൻക്രീസ് ആണ്, അത് ആഡ് ചെയ്ത് എമൗണ്ട് എഴുതി. ദെൻ പ്ലാന്റ് ആൻഡ് മെഷീനറി ഇൻക്രീസ് ആണ്, അത് ആഡ് ചെയ്ത് എമൗണ്ട് എഴുതി. ഓക്കെ, അത്രയും ചെയ്തതിന് ശേഷം രണ്ട് സൈഡും ആഡ് ചെയ്യുമ്പോഴത്തേക്ക് രണ്ട് സൈഡും ടാലി ആവും. ബാലൻസ് ഷീറ്റ് ടാലി ആയി എന്ന് നമ്മൾ പറയും. ഓക്കെ, ആഡ് ചെയ്യേണ്ടതെല്ലാം ആഡ് ചെയ്യുന്നു, അസറ്റിൻ്റെ കൂടെയും ലയബിലിറ്റിയുടെ കൂടെയെല്ലാം ആഡ് ചെയ്യേണ്ടതെല്ലാം ആഡ് ചെയ്യുന്നു, ലെസ് ചെയ്യേണ്ടതെല്ലാം ലെസ് ചെയ്യുന്നു. ഇത്രയേ ഉള്ളൂ. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് മാത്രമേ ഉള്ളൂ. ക്യാഷിൻ്റെ കൂടെ പുതിയ പാർട്ട്ണറുടെ ക്യാപിറ്റൽ ആഡ് ചെയ്ത്, ഓക്കെ, പുതിയ പാർട്ട്ണറുടെ ക്യാപിറ്റൽ ആഡ് ചെയ്ത് എമൗണ്ട് കോളത്തിൽ എമൗണ്ട് കാണിക്കുക. ഇത്രയേ ഉള്ളൂ. സിമ്പിളൊരു പ്രോബ്ലം, നമ്മൾ ശ്രദ്ധിച്ച് പഠിക്കും.